ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ നേർവഴി ദീനിലേക്ക് മാത്രമെന്ന മഹത്തായ ഗ്രൂപ്പിലെ അംഗങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ ഒരു സാലിഹായ കർമ്മമായി കബൂൽ ചെയ്യട്ടെ. ആഖിറത്തിൽ വിജയിക്കുവാൻ ഇതൊരു നിദാനമാക്കി അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉ മാസത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുധാവനങ്ങൾ അയവിറക്കുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഒരാൾ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മദ്ഹ് ചെയ്യുന്നോ അത്രത്തോളം അവൻ്റെ ഈമാൻ വർദ്ധിക്കുകയും ആഖിറത്തിൽ ഒരു വലിയ സൽക്കർമ്മമായി അവൻ്റെ രേഖയിൽ രേഖപ്പെട്ട് കിടക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം വളരെയധികം സ്നേഹിക്കുകയും ഹബീബായ സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് അവിടുത്തെ മദ്ഹുകൾ പറയുക എന്നത്. നാം ഒന്ന് ചിന്തിക്കണം. 1500 വർഷങ്ങൾക്ക് ഇപ്പുറവും ഒരു ഫോട്ടോ പോലുമില്ലാതെ, ഒരു രേഖാചിത്രം പോലുമില്ലാതെ ലോകത്ത് കോടാനുകോടി മുഅ്മിനീങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ എത്രത്തോളം ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. എത്രയോ ഫോട്ടോകളുള്ള, രേഖാചിത്രങ്ങളുള്ള, അതുപോലെ തന്നെ പലതുമുള്ള എത്രയോ ചരിത്ര പുരുഷന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭൂമി ലോകത്ത് ജീവിച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവരെയൊന്നും പലപ്പോഴും ഓർക്കുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദാസമയവും ഒരു സെക്കൻഡ്, അതല്ലെങ്കിൽ ഒരു മൈക്രോ സെക്കൻഡ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്മരിക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല. സദാസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം തന്നെ വറഫഅനാ ലക ദിക്റക്, നബിയെ അങ്ങയെ പറയലിനെ നമ്മൾ ഉയർത്തിയിട്ടുണ്ട് എന്നാണ്. പറയുമെന്നല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുമല്ല പറഞ്ഞത്, പറയലിനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ്. നാൾക്ക് നാൾ ഓരോ വർഷം കൂടുന്തോറും റബീഇൻ്റെ ആഘോഷങ്ങൾ അത് പൊടിപൊടിക്കുന്നതായിരിക്കും. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് വറഫഅനാ ലക ദിക്റക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ പല രൂപങ്ങളും ഭാവങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാതെ ഈ ലോകത്ത് ഒരു സെക്കൻഡ് പോലും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഇന്നത്തെ വർത്തമാനകാലത്ത് മാത്രമല്ല, നൂറ്റാണ്ടുകളായി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നബിയായതിനു ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഅ്സത്തുണ്ടായി അവിടുത്തെ പ്രബോധന കാലത്തും അതിനുശേഷവും, അതുപോലെ തന്നെ നബിയായി നിയോഗിക്കുന്നതിന് മുമ്പും, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട്.
ഇപ്പോഴും അവിടുത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പ് ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള ചർച്ചകളാണ്. അതിൽപ്പെട്ട കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം മുഴുവൻ പടച്ചത് ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഖ്ലാഖ് എന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലെങ്കിൽ ഈ ലോകം തന്നെ അല്ലാഹു തആല പടക്കുമായിരുന്നില്ല എന്നാണ്. മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. എല്ലാം നബി തങ്ങൾക്ക് വേണ്ടി പടച്ചു, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ പടച്ചു എന്നാണ്. ഖുലിഖത മുബറഅം മിൻ കുല്ലി ഐബി കഅന്നക ഖുലിഖത കമാ തശാഉ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നബി തങ്ങളെ പടച്ചു. ഈ ലോകം മുഴുവൻ പടച്ചത് നബി തങ്ങൾക്ക് വേണ്ടിയിട്ട്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ പടച്ചു. അപ്പോൾ ഈ ലോകത്തിലുള്ള സകലമാന വസ്തുക്കളെയും അങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അവിടുത്തെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലാണ് അല്ലാഹു തആല നബി തങ്ങളെയും നബി തങ്ങൾക്ക് വേണ്ടി ലോകത്തെയും പടച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയെ പടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല മദീനയെ പടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഷംസും ബദറും അല്ലാഹു തആല പടച്ചു. അർളു സമാവാത്ത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പടച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ മക്കയെ കുറിച്ച് പറഞ്ഞത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ കൊടുന്ന് താമസിച്ചതിനെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറ പറയുന്നു, ബിവാദിൻ ഗൈരി ദി സർഇ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പുൽക്കൊടി പോലുമില്ലാത്ത, ഒരു പുൽത്തകിട് പോലുമില്ലാത്ത വിജനമായ പാറക്കെട്ടുകൾ നിറഞ്ഞ മലപ്രദേശമായ മക്ക എന്നാണ് ഖുർആൻ മക്കയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ മക്കയിൽ ജനനിബിഡമാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ലോകത്തെ ഏറ്റവും നല്ല വെള്ളം സംസം വെള്ളം, ആ സംസം വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറവെടുപ്പിച്ചത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വരുന്നതായ മണ്ണാണ് മക്കയുടെ മണ്ണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല വെള്ളം വേണം. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംസം ഉറവിയെടുപ്പിച്ചു. മക്കയിൽ കൃഷിയൊന്നുമില്ല എങ്കിലും ലോകത്തുള്ള സകല വസ്തുക്കളും മക്കയിൽ കിട്ടുമെന്നാണ് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറേബ്യൻ സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. കാരണം ലോക ഭാഷകളിൽ ഏറ്റവും നല്ല ഭാഷ, ഏറ്റവും സുന്ദരമായ ഭാഷ, ഏറ്റവും കൂടുതൽ സാഹിത്യം നിറഞ്ഞു നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ അർത്ഥവത്തായ വാക്കുകളുള്ള, ഒരുപാട് ആശയങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന അതിമഹത്തായ ഭാഷ അത് അറബി ഭാഷയാണ്. ആ അറബി ഭാഷ സംസാരിക്കുന്ന കൂട്ടത്തിലേക്കാണ്, ആ ജനങ്ങളുടെ കൂട്ടത്തിലേക്കാണ് നബി തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചത്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ലോകത്തെ ഏറ്റവും നല്ല പഴം ഈത്തപ്പഴമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഈത്തപ്പഴത്തെ അല്ലാഹു തആല പടക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളരുന്ന നാടിൽ അതിൻ്റെ ലഭ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ഉണ്ടായി. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. ഓരോന്നും എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്, തീരാത്തതാണ്. അങ്ങനെ എണ്ണി സമയം തീർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് മുമ്പുള്ള നബി തങ്ങളുടെ ചർച്ചയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് തന്നെ ഞാൻ മടങ്ങുന്നു.
മക്കയും മദീനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല പടച്ചത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്കറിയാം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിലൂടെയാണ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറവിയെടുക്കുന്നത്. വിശുദ്ധമായ മക്ക ലോകത്തിൻ്റെ ഒരു സെൻറ്ററാണ്. ആ സെൻറ്ററിലാണ് കഅബയുള്ളത്. മക്കയ്ക്ക് ഇത്രത്തോളം പവിത്രതയും മഹത്വവും ഒക്കെ ഉണ്ടാവാൻ കാരണം അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് എന്നതുകൊണ്ടാണ്. കഅബ ലോകത്തെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള നിസ്കാരത്തിന് കൂലി ലഭിക്കുന്ന പള്ളി മസ്ജിദുൽ ഹറാം മക്കത്താണ്. ഒരുപാട് മഹത്വങ്ങളും ചരിത്ര സ്മരണകളും ഉള്ളതാണ് മക്ക എന്ന് പറയുന്നത്. ഇതെല്ലാം ഉണ്ടാവാനുള്ള കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വരുന്നുണ്ട് എന്നതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, നബി തങ്ങളെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് മക്കയ്ക്ക് ആദ്യം തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത്രത്തോളം മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടുവരുന്നത്. ഏറ്റവും നല്ല നേതാവായ, ഏറ്റവും വലിയ നേതാവായ അഷ്റഫുൽ ഖൽഖായ സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കേണ്ടത് ഏറ്റവും നല്ല നാട്ടിലായിരിക്കണം, ഏറ്റവും നല്ല ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ നാട്ടിലായിരിക്കണം, ഏറ്റവും നല്ല വായു കിട്ടുന്ന നാട്ടിലായിരിക്കണം, ഏറ്റവും നല്ല വെള്ളം ഭക്ഷണം ഒക്കെ കിട്ടുന്ന നാട്ടിലായിരിക്കണം. ഇതെല്ലാം കാലയെ കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ട്. മദീനയും അങ്ങനെ തന്നെയാണ്. ചരിത്രം ഒരുപാട് വിശാലമായതാണ്. സമയം ദൈർഘ്യമാവുമെന്നതുകൊണ്ട് ഞാൻ ചരിത്രം വിശദീകരിച്ച് സംസാരിക്കുന്നില്ല. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയത്. ആ വീട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവേൽക്കുവാൻ വേണ്ടി തുബ്ബഅ എന്ന് പറയുന്ന രാജാവ് നിർമ്മിച്ചതായിരുന്നു എന്ന് ചരിത്രം നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിയും അതുപോലെ തന്നെ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നബി തങ്ങൾ ജനിക്കാൻ പോകുന്ന നാടായ മക്കയും അവിടുന്ന് ഹിജ്റ പോയി പിന്നീട് വഫാത്തായി കിടക്കേണ്ട മദീനയും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ഇതെന്നെല്ലാം മനസ്സിലാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചർച്ച ഇവിടെ സജീവമാണ് എന്നതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ സയ്യിദനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തിട്ടുണ്ട്. തവസ്സല ബിഹി ആദം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സഹായം തേടിയിട്ടുണ്ട്. ഫസ്തഗാസ ബിഹി നൂഹൻ അലൈഹിസ്സലാം. ഇങ്ങനെ മുൻകഴിഞ്ഞ നബിമാരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിക്കുകയും അവിടുത്തെ ഇടയാളനാക്കുകയും അവിടത്തെ കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ അർശിലും കുർസിയിലും എല്ലാറ്റിലും നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലായിക്കത്തുകൾക്കും അതുപോലെ തന്നെ പരിശുദ്ധ ആത്മാക്കൾക്കും എല്ലാവർക്കും അതെല്ലാം നേരത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ മഹത്വമുള്ള ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാകാൻ കഴിഞ്ഞു എന്നത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ അനുയായികളിൽ,
യഥാർത്ഥ മുഅ്മിനുകളിൽ, യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ സംസാരിച്ച മുജീബ് വയസ്സിനെയാണ് ഇപ്പോൾ വോയിസിൽ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം മുഅ്മിനീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഈമാനോടുകൂടുള്ള മരണവും ആഫിയത്തുള്ള ദീർഘായുസ്സും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ റഹ്മാനെ. സകല ദോഷങ്ങളും ഞങ്ങളിന്ന് പൊറുക്കണേ അല്ലാഹ്. ചെറുതും വലുതും രഹസ്യവും അറിഞ്ഞും അറിയാതെയും പരസ്യമായും എല്ലാം ചെയ്തു കൂട്ടിയ സകല ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. നീ ഗഫൂറാണ്, ഗഫാറാണ് അല്ലാഹ്. സകല ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പൊറുക്കണം അല്ലാഹ്. അല്ലാഹുവേ, ദോഷങ്ങളെല്ലാം പുറത്ത് പാപമുക്തമായി നല്ല തെളിഞ്ഞ ഹൃദയത്തോടുകൂടെ ഭാവി ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമല്ലാ. ഈമാൻ ശക്തിപ്പെടുത്തണമല്ലാ. ഈമാൻ ശക്തിപ്പെടുത്തണമല്ലാ. ഇൽമും ഇഖ്ലാസും തഖ്വയും വർദ്ധിപ്പിച്ചു തരണമല്ലാ. നിന്നോടും നിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുമുള്ള ഇഷ്ഖും മഹബ്ബത്തും വർദ്ധിപ്പിച്ച് തരണമല്ലാ. ഞങ്ങളെല്ലാം യഥാർത്ഥ മുഹബ്ബീങ്ങളിലും മുത്തഖീങ്ങളിലും പെടുത്തണമല്ലാ. അല്ലാഹുവേ, ഖബറിലുള്ള ജീവിതം റാഹത്തിലാക്കണമല്ലാ. ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിലെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ജ്യേഷ്ഠാനിയന്മാർ, സഹോദരൻ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾ, വേണ്ടപ്പെട്ടവർ, ഞങ്ങളെ സഹായിച്ചവർ, സ്നേഹിക്കുന്നവർ, ഞങ്ങളോട് പലതിലും ബന്ധപ്പെട്ട് പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ, അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണമല്ലാ. എല്ലാവർക്കും എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണമല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണമല്ലാ. ജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആക്കണമല്ലാ. ഖൈറും ബറക്കത്തും നൽകണമല്ലാ. ജോലിയിൽ റാഹത്ത് നൽകണമല്ലാ. സമ്പത്തിൽ ബറക്കത്ത് നൽകണമല്ലാ. ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണമല്ലാ. ഫഖറിനെ തൊട്ട് പാക്കത്തിനെ തൊട്ട് കാക്കണമല്ലാ. അല്ലാഹുവേ, ഗിന നൽകണമല്ലാ. മാനസികമായ ഗിനയും സാമ്പത്തികമായ ഗിനയും നൽകി അനുഗ്രഹിക്കണമല്ലാ. പടച്ച റബ്ബേ, ഫഖർ നൽകല്ല അല്ലാ. ഫഖറിനെ തൊട്ട് കാക്കണമല്ലാ. ഫഖർ വരുന്ന കാരണങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളെ തൊട്ട് കാക്കണമല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരിക്കലും ഒരാളോടും ഒരു ആവശ്യത്തിനും യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. മാരകമായ രോഗങ്ങളെ തന്നെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പലരിലും രോഗികളുണ്ട് അല്ലാ. എല്ലാവർക്കും നീ പരിപൂർണ ഷിഫ നൽകണമല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണമല്ലാ. അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗലുൽ കൗസർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമല്ലാ. നിന്റെ അർശിനെ തണൽ നൽകണമല്ലാ. അല്ലാഹുവേ, മഹ്ശറിൽ വരുമ്പോൾ വിചാരണ കൂടാതെ സ്വർഗത്ത് കടക്കാനുള്ള ഭാഗ്യം നൽകണമല്ലാ. അവസാന സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നിന്നെ കണ്ട് സന്തോഷിക്കുവാനുള്ള ഭാഗ്യം നൽകണമല്ലാ. അല്ലാഹ് 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 അല്ലാഹു അല്ലാഹ് അല്ലാഹ്. നിന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين.